ഹരി ഓം ശിവൻ ദേവി നാരായണീയം ദശകം 2 ഹയഗ്രീവകഥ ശ്ലോകം 1 രണേഷു ദൈത്യേഷു ഹതേഷു ദേവാക് പുരാ പ്രഹൃഷ്ടാ സഹധാതൃശർവാക് യക്ഷവോ യജ്ഞപതിം വിനീതാക് പ്രപേദിരേ വിഷ്ണുമനന്തവീര്യം ശ്രീ മഹാദേവി നമ. പുരാ ദൈത്യേഷു പണ്ട് അസുരന്മാർ, രണേഷു ഹതേഷു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ, പ്രഹിഷ്ടാ ദേവാഹ അത്യന്തം സന്തുഷ്ടായ ദേവന്മാർ, യക്ഷവഹ യജ്ഞം ചെയ്യാൻ ആഗ്രഹിച്ച്, സഹധാതു ശർവാഹ ബ്രഹ്മാവിനോടും ശിവനോടും കൂടി, വിനീതാഹ വിനീതന്മാരായി, അനന്തവീര്യം ഒടുങ്ങാത്ത വീര്യമുള്ള, വിഷ്ണു പ്രപേദിരെ വിഷ്ണുവിനെ സമീപിച്ചു. ദേവി ഭാഗവതം 1-ാം സ്കന്ധം 5-ാം അധ്യായത്തിലെ വിഷയം ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് 10,000 കൊല്ലത്തോളം നീണ്ട ദാരുണമായ ഒരു ദേവാസുര യുദ്ധം നടന്നു. അതിൽ അസുരന്മാർ കൊല്ലപ്പെട്ടു. അതിനാൽ ദേവന്മാർ അത്യന്തം സന്തോഷിച്ചു. തുടർന്നൊരു യജ്ഞം നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അത് ഉടനെ തന്നെ നടത്തണം. ദേവന്മാർ ബ്രഹ്മാവിനോടും ശിവനോടും കൂടി വിഷ്ണുവിനെ സമീപിച്ചു. അദ്ദേഹമാണ് യജ്ഞപതി. വിഷ്ണു അനന്തവീര്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ദേവസൈന്യം യുദ്ധം ചെയ്തതും. അതിനാലാണ് അവർ യുദ്ധത്തിൽ വിജയിച്ചതും. ഭഗവാന്റെ യുദ്ധപരാക്രമവും അതുപോലെ ഭക്തരോടുള്ള സ്നേഹവാത്സല്യവും അതിരറ്റതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ആ ദേവാസുര യുദ്ധത്തിൽ നേതൃത്വം വഹിച്ചത്. ഭഗവാൻ യജ്ഞങ്ങളുടെ എല്ലാം പതിയാണ്. ഭഗവാൻ യജ്ഞപതിയാണ്. അങ്ങനെ ആ യജ്ഞത്തിൽ പതിയായി വേണ്ടത് എന്താണ് ചെയ്യണമെന്നറിയാൻ അവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ എൻ്റെ അടുത്തേക്ക് എത്തി. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.